ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ഒഴിച്ചുകറിയാണ്. ചെമ്മീൻ തീയൽ. ഇത് ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു കോംബോ ആണ്. നല്ല അടിപൊളി നാടൻ ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കണ്ടോക്കൂ കേട്ടോ. ചെമ്മീൻ തീയൽ എങ്ങനെ തയ്യാറാക്കി നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വയ്ക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നെടുകെ കീറിയ പച്ചമുളകാണ് കേട്ടോ അത്. കൊത്തി അരിഞ്ഞ 2 വലിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ വഴറ്റാലും കുഴപ്പമില്ല. നമ്മളിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. എങ്കിലാണ് കറിക്കൊരു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് ഓരോ ടീസ്പൂൺ ഉണ്ട് അതിൽ. ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി വഴറ്റുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയിൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. തീയൽ നമ്മൾ മുരിങ്ങക്കായ ചെമ്മീൻ കൊണ്ടാണ് തീയലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മുരിങ്ങക്കായ ഉണ്ടതിൽ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത ചെമ്മീനാണത്. അപ്പോൾ കുഞ്ഞു ചെമ്മീനാണ് ഇതുപോലുള്ള തീയൽ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത് ചെമ്മീനും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, അടുത്ത മുളക് പൊടിയാണ് അത് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴാണ് ഈ മസാലയെല്ലാം ഈ ചെമ്മീനിലും അതുപോലെ തന്നെ മുരിങ്ങക്കായയിലൊക്കെ പിടിക്കുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സിമ്മിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം.
പെട്ടെന്ന് തന്നെ വെള്ളം ഊറി വരുന്നുണ്ട്. പക്ഷെ നമുക്കിത് പോരാ, കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തിക്ക് ഫോമിലുള്ളൊരു സംഭവമാണ് തീയൽ എന്ന് പറയുമ്പോൾ അത്ര വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വറ്റുമ്പോൾ ശരിയായിക്കോളും. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. ചോറിന് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചപ്പാത്തിക്ക് നല്ല കോംബോ ആണ്. ചപ്പാത്തിക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്ക്. അപ്പോൾ ഇനി നമ്മൾക്ക് അടച്ച് വെച്ച് വേവിക്കാം. മസാലയൊക്കെ ഒന്ന് സെറ്റായി വെന്ത് വരട്ടെ. നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണപ്പാടയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ തിളപ്പിച്ച ശേഷം നമ്മൾക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു സൈഡ് ഡിഷായിട്ടുള്ള ഒരു അടിപൊളി നാടൻ ചെമ്മീൻ തീയലാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.